ഹായ് ഫ്രണ്ട്സ്, ഞാൻ ഫാറൂഖ് അഹമ്മദ്. KF മീഡിയയിലേക്ക് നിങ്ങൾക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന, സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും ലഹരി ഉപയോഗം സാർവത്രികമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. മുമ്പൊക്കെ കോളേജ് വിദ്യാഭ്യാസത്തിന്റെ കാലത്തായിരിക്കും ലഹരി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോ സിഗരറ്റോ അല്ലെങ്കിൽ വീഡിയോ ആയിരിക്കും അന്നത്തെ ലഹരി, ഏറ്റവും വലിയ ലഹരി. പക്ഷെ ഇന്ന് അതിൽ നിന്നൊക്കെ വ്യത്യസ്തമായി സ്കൂളിൽ പഠിക്കുന്ന, ചെറിയ ക്ലാസ്സിൽ പഠിക്കുന്ന കുട്ടികൾക്കിടയിൽ പോലും അതിമാരകമായ ലഹരി ഉപയോഗം വർദ്ധിക്കുന്നു എന്നതാണ് കണക്കുകൾ തെളിയിക്കപ്പെടുന്നത്. ഇപ്പൊ കഴിഞ്ഞ ദിവസം ഒരു 14 വയസ്സുള്ള ഒരു കുട്ടിയെ ഇത്തരം ലഹരി വിൽപ്പന അനുബന്ധിച്ചിട്ട് പിടിക്കപ്പെട്ട ഒരു വാർത്ത നിങ്ങളിൽ പലവരും കണ്ടു കാണും. ഇത് വലിയൊരു ഗുരുതരമായ ഒരു ഭവിഷ്യത്തിലേക്കാണ് നമ്മുടെ നാട് നീങ്ങുന്നത്. ഒരു പരിധിവരെ നമ്മുടെ മക്കൾ വഴിതെറ്റുന്നതിൽ മാതാപിതാക്കളുടെ അനാസ്ഥ ഉണ്ട് എന്ന് പറയുന്നതിൽ വളരെയധികം ദുഃഖമുണ്ട്. കാരണം ഒരു കുട്ടി സ്കൂളിലേക്ക് പോകുന്നതും സ്കൂളിൽ നിന്ന് തിരിച്ച് വീട്ടിലേക്ക് എത്തുന്നതൊക്കെ ഒരു നിശ്ചിത സമയമുണ്ട്. ഇപ്പൊ 10 മണിക്ക് സ്കൂളിലേക്ക് എത്തുന്ന ഒരു കുട്ടി ഇത്ര മണിക്ക് വീട്ടിൽ നിന്ന് ഇറങ്ങുമ്പോൾ സ്വാഭാവികമായിട്ടും ആ കുട്ടി സ്കൂളിലേക്ക് എത്തിയോ എന്നുള്ളൊരു ഉറപ്പ് വരുത്തേണ്ടത് ആ രക്ഷിതാവിന്റെ കടമയാണ്. അതുപോലെ തന്നെ 4 മണിക്ക് സ്കൂൾ വിട്ടിട്ട് ഇത്ര മണിക്കൂറിന്റെ ഉള്ളിൽ കുട്ടി വീട്ടിലേക്ക് എത്തണമെന്നുള്ള ഒരു ഇത് കൂടിയുണ്ട്. അപ്പൊ അത്ര മണിന്റെ ഉള്ളിൽ എത്തിയിട്ടില്ലെങ്കിൽ എന്തുകൊണ്ട് ഈ കുട്ടി കാലതാമസം വരുത്തി, എന്തുകൊണ്ട് സമയതാമസം വരുത്തി എന്നുള്ള ഒരു അന്വേഷണം നടത്തുന്നത് അത് ഒരു രക്ഷിതാവിന്റെ കടമയാണ്. അല്ലാതെ നമ്മുടെ മക്കൾ എല്ലാം സുരക്ഷിതമാണ്, നമ്മുടെ മക്കൾ ആ രീതിയിലുള്ള ഒരു ഉപയോഗം ഇല്ല എന്നുള്ള ഒരു മൗഢധാരണയിൽ മക്കളെ വിശ്വസിച്ചു കഴിഞ്ഞാൽ അത് വലിയൊരു അപകടത്തിലേക്കാണ് പോകുന്നത്. പല രക്ഷിതാക്കന്മാരും അവരുടെ മക്കളെ കുറിച്ചിട്ട് അങ്ങനെയുള്ള ഒരു വിചാരമേ ഇല്ല. അവരുടെ മക്കൾ ഇങ്ങനെയുള്ള ഒരു കാര്യങ്ങളിലേക്ക് പോകൂല എന്നുള്ള ഒരു ഉത്തമ വിശ്വാസത്തോടു കൂടിയിട്ടാണ് മക്കളെ വളർത്തുന്നത്. പക്ഷെ പല കുട്ടികളും ഇന്ന് സ്വന്തം രക്ഷിതാക്കന്മാരെ പോലും കബളിപ്പിച്ചിട്ടാണ് ഇത്തരം ലഹരിയിലേക്ക് നീങ്ങുന്നു എന്നതാണ്. പിന്നെ ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, ഇന്നിപ്പോ സോഷ്യൽ മീഡിയയുടെ അതിപ്രസരമാണ്. അതായത് ടീനേജ് പ്രായമുള്ള കുട്ടികളൊക്കെ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന ഒരു പ്ലാറ്റ്ഫോമാണ് ഇൻസ്റ്റഗ്രാം. ഇൻസ്റ്റഗ്രാം വഴി പരിചയപ്പെട്ട് ഇത്തരം മാഫിയയുടെ കയ്യിൽ അകപ്പെട്ടു പോയ ഒരു കുട്ടിയുടെ വാർത്ത ഏതാനും മാസങ്ങൾക്ക് മുമ്പാണ് മാധ്യമങ്ങളിൽ വന്നത്. അപ്പോൾ ഈ കൊച്ചു കുട്ടികളാവുമ്പോൾ ഈ മാഫിയയുടെ ലക്ഷ്യം എന്ന് പറയുമ്പോൾ സംശയങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ സ്കൂളിൽ പഠിക്കുന്ന 14 അല്ലെങ്കിൽ 15 വയസ്സുള്ള കുട്ടികളെ കേന്ദ്രീകരിച്ചിട്ട് വലിയൊരു പോലീസിന്റെ ഭാഗത്തുനിന്നോ മറ്റുള്ള രീതിയിലുള്ള ഒരു ഇതൊന്നും ഉണ്ടാവില്ല എന്നുള്ള ഒരു തോന്നല് ഈ ലഹരി മാഫിയകൾക്ക് ഉണ്ടാവും. അപ്പൊ ഇത്തരം കുട്ടികളെ അവർ എന്ത് ചെയ്യും, ചാക്കിട്ട് പിടിച്ച് അവർ ആദ്യമൊക്കെ ഒരു മിഠായി രൂപത്തിലൊക്കെ വെറുതെ കൊടുക്കും. പിന്നീട് ഈ കുട്ടി 1-2 പ്രാവശ്യം ഇത് വെറുതെ കൊടുത്ത ശേഷം പിന്നീട് ഈ കുട്ടി വീണ്ടും ആവശ്യപ്പെടുമ്പോൾ കാശ് ആവശ്യപ്പെടും. കാശ് കൊടുത്ത് വാങ്ങിക്കാൻ പറ്റാത്ത സിറ്റുവേഷൻ വന്നുമ്പോൾ കുട്ടിയോട് അവരുടെ ഒരു ഏജന്റായിട്ട് മാറാൻ പറയും. അങ്ങനെയാണ് ചില കുട്ടികളൊക്കെ ഇവരുടെ വലയിൽ അകപ്പെടുന്നു എന്നതാണ് പല സംഭവങ്ങളും തെളിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് നമ്മുടെ മക്കളെ നമ്മളാണ് വളരെ ശ്രദ്ധിക്കേണ്ടത്. പിന്നെ ഇവിടെ പ്രത്യേകം പറയാനുള്ളത്, മക്കൾക്ക് മാതൃകയായി ജീവിക്കേണ്ട രക്ഷിതാക്കന്മാരുടെ ഭാഗത്തുനിന്ന് തീർച്ചയായിട്ടും ഇതുപോലുള്ള കാര്യങ്ങൾ ഉണ്ടാവുമ്പോൾ ഒരിക്കലും തന്നെ മക്കളെ ഉപദേശിക്കാനുള്ള യോഗ്യതയില്ല. ഇപ്പൊ ഒരു മദ്യപിച്ച് ലക്ക് കെട്ടി എന്നും വീട്ടിൽ വന്ന് ബഹളമുണ്ടാക്കുന്ന ഒരു പിതാവിന് സ്വന്തം മകന് സിഗരറ്റ് വലിക്കുകയോ അല്ലെങ്കിൽ മറ്റുള്ള ഒരു ലഹരി ഉപയോഗങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതിനെ ശാസിക്കാനും അതിനെ എതിർക്കാനുള്ള യാതൊരു യോഗ്യതയില്ലല്ലോ. ഈ മകനിക്ക് അല്ലെങ്കിൽ മകൾക്ക് മാതൃകയായി ജീവിക്കേണ്ട ഒരു പിതാവ് ഇത്തരത്തിലുള്ള ഒരു വഴിവിട്ട രീതിയിൽ, ഇത്തരം അധാർമികമായ രീതിയിൽ ജീവിക്കുമ്പോൾ, അതുകൊണ്ട് ലഹരി പോലുള്ള വിപത്തിൽ നിന്ന് നമ്മുടെ കുട്ടികളെ രക്ഷിക്കാൻ ഓരോ രക്ഷിതാക്കന്മാരും ഇത്തരം കാര്യങ്ങൾ വളരെ സൂക്ഷ്മതയുമായി നീങ്ങണമെന്നാണ് ഈ അവസരത്തിൽ വിനീതമായി അഭ്യർത്ഥിക്കാനുള്ളത്.